തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാൻ സിപിഐയിൽ ധാരണ. മത്സരത്തിന് പന്ന്യൻ രവീന്ദ്രൻ സമ്മതമറിയിച്ചു. വയനാട്ടിൽ ആനി രാജ സ്ഥാനാർത്ഥിയാകും. തൃശൂരിൽ VS സുനിൽകുമാർ, മാവേലിക്കരയിൽ CA അരുൺകുമാർ എന്നിവർ മത്സരിക്കും. അന്തിമ തീരുമാനം ഈ മാസം 26-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉണ്ടാകും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, പന്ന്യൻ രവീന്ദ്രൻ ആദ്യം മത്സരത്തിന് സന്നദ്ധനല്ല എന്നാണ് പാർട്ടി അറിയിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുമെന്ന് അറിയുന്നു. ഒപ്പം ആനി രാജ മത്സരത്തിന് തയ്യാറായിട്ടുണ്ട്, വയനാട്ടിൽ മത്സരിക്കും. അങ്ങനെ ഒരു സ്റ്റാൻഡ് കാൻഡിഡേറ്റ്സിനെയാണ് ഇപ്പോൾ CPI പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അന്തിമ പ്രഖ്യാപനം എപ്പോഴായിരിക്കും? അന്തിമ പ്രഖ്യാപനം 26-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. അതിൽ തിരുവനന്തപുരം തിരിച്ചുപിടിക്കാൻ പന്ന്യൻ രവീന്ദ്രൻ തന്നെ മത്സരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ നേരത്തെ ചില സൂചനകൾ പുറത്തു വന്നെങ്കിലും പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കാനുള്ള താല്പര്യമില്ല എന്ന് പാർട്ടിയെ അറിയിച്ചതായിട്ടാണ് നമുക്ക് അന്ന് ലഭിച്ച വിവരം. പക്ഷേ അതിനുശേഷം പാർട്ടിയുടെ പ്രത്യേക സാഹചര്യം, തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ പാർട്ടി സ്വീകരിക്കേണ്ട മുൻകരുതൽ, ഇതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ചയായി. അങ്ങനെ പന്ന്യൻ രവീന്ദ്രനെ ആ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെയാണ് പന്ന്യൻ രവീന്ദ്രന്റെ പേരിലേക്ക് ഇപ്പോൾ CPI എത്തിച്ചേർന്നിരിക്കുന്നത്. 2005-ൽ PK വാസുദേവൻ നായരുടെ മരണത്തിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രൻ ലോക്സഭയിലേക്ക് വിജയിച്ചിരുന്നു. അതിനുശേഷം CPIക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയക്കൊടി നാട്ടാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ സാഹചര്യത്തിൽ ശക്തമായ മത്സരം കൊടുക്കാൻ പന്ന്യൻ രവീന്ദ്രന് കഴിയും എന്നുള്ളതാണ് CPI സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്ന കാര്യം. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട CPI നേതൃത്വം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പന്ന്യൻ അല്ലെങ്കിൽ മറ്റൊരു ജനകീയമായ മുഖം തിരുവനന്തപുരത്ത് ആരെ പരീക്ഷിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു പേരിലേക്ക് എത്താൻ CPIക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് പന്ന്യൻ രവീന്ദ്രനിലേക്ക് തന്നെ ഉറപ്പിച്ചത്. ഈ രണ്ടാമത്തെ മണ്ഡലം വയനാടാണ്. വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി സ്വാഭാവികമായും കളത്തിലിറങ്ങുമ്പോൾ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു മത്സരമായി മാറും. അവിടെ ദേശീയ മുഖത്തെ തന്നെ ഇറക്കണം എന്ന് CPI നേരത്തെ തന്നെ ആലോചിച്ചതാണ്. ഒരു വനിതാ പ്രാതിനിധ്യം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ആനി രാജയെ അവിടെ മത്സരത്തിനിറക്കിയാൽ സ്വാഭാവികമായും അവിടെയും മത്സരത്തിന്റെ തീവ്രത കൂട്ടാം, അതല്ലെങ്കിൽ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ CPI സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. മറ്റ് രണ്ട് മണ്ഡലങ്ങൾ, അതിലൊന്ന് തൃശ്ശൂരും അതേപോലെ ഒന്ന് മാവേലിക്കരയുമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ സുരേഷ് ഗോപിയുടെ പേര് ഇതിനോടകം തന്നെ NDA ക്യാമ്പുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി പുറത്തു വന്നില്ലെങ്കിൽ കൂടിയും അവിടെയും ആരാണ് എന്നുള്ള കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. അവിടെ വളരെ ജനകീയമായ മുഖം, തൃശ്ശൂരിന്റെ പതിവ് ഈ കാര്യങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്ന VS സുനിൽകുമാർ തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് CPI എത്തിച്ചേർന്നു. മാവേലിക്കരയിൽ AIYF നേതാവ് അരുൺകുമാറിനാണ് സാധ്യത. ജില്ലാ നേതൃത്വ നിർദ്ദേശമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ 20 ലോക്സഭാ മണ്ഡലത്തിൽ CPI മത്സരിക്കുന്ന 4 സീറ്റുകളിലും ഇതിനോടകം തന്നെ ഒറ്റ പേരിലേക്ക് ഏതാണ്ട് ഉറപ്പിച്ചു CPI. ഇനി 26-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷം ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. പ്രവിത. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കും എന്നാണ് ഇപ്പോൾ CPIയിൽ ധാരണയായിരിക്കുന്നത്. മത്സരത്തിന് പന്ന്യൻ രവീന്ദ്രൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. മുൻപ് മത്സരരംഗത്തേക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. വയനാട്ടിൽ ആനി രാജ സ്ഥാനാർത്ഥിയാകും. ഒപ്പം തൃശൂരിൽ VS സുനിൽകുമാർ, മാവേലിക്കരയിൽ CA അരുൺകുമാർ എന്നിവർ മത്സരിക്കും. അന്തിമ തീരുമാനം ഈ മാസം 26-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉണ്ടാകും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.